മഞ്ഞപ്പടയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മഞ്ഞപ്പടയുടെ ഭാഗത്താണ് ശരി എന്ന് തന്നെ പറയാം. മഞ്ഞപ്പട കാണിക്കുന്നതിലാണ് ശരി എന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ 10 വർഷമായി അവർ കൃത്യമായി കൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിനെ അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. പകരം അവർക്ക് ഒരു മികച്ച റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ പഴയ കോച്ചായ ഇവാന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പരിശീലകനായി മികൽ സ്റ്റാറയ്ക്ക് അത്ര മികച്ചൊരു തുടക്കമല്ല ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് മഞ്ഞപ്പടയും അതുപോലെ തന്നെ മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഗ്രൂപ്പുകളും ഫാൻസും ഒക്കെ. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പട ഇതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ പറയുന്നതിനൊപ്പം ഇനി ക്ലബ്ബുമായിട്ട് നേരിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ അകത്തും പുറത്തും നമ്മൾ തെറ്റിനെ പ്രതിഷേധിക്കും എന്ന് തന്നെ കൃത്യമായി കൊണ്ട് മഞ്ഞപ്പട പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു തീരുമാനം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ടിക്കറ്റ് വില വരെ കുറയ്ക്കേണ്ടി വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് മഞ്ഞപ്പടയുടെ അങ്ങനത്തെ ഒരു വാക്ക് കൊണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും കൂടി ഇത് വർക്ക് ചെയ്ത് ജനുവൽ ട്രാൻസ്ഫർ മികച്ച രീതിയിൽ തിരിച്ച് വരണം. ഇല്ലെങ്കിൽ വളരെ മോശമാവും ഈ സീസൺ. പിന്നെ ബ്ലാസ്റ്റേഴ്സിന് 10 വർഷമായിട്ട് ഒരു കപ്പ് പോലുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോർത്ത് ഈസ്റ്റ് വരെ കപ്പടിച്ചു. ISL വിട്ട് അല്ലെങ്കിൽ ISLും കപ്പടിക്കണം. അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റീഷനിലും കപ്പടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്. കാരണം 3 ഫൈനലിലെത്തിയിട്ട് കപ്പടിച്ചില്ലെങ്കിൽ വളരെ മോശമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മഞ്ഞപ്പട ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിനെയും കൂടി നമ്മൾ കുറ്റം പറയണം. പിന്നെ ഇപ്പോഴത്തെ കോച്ചിൻ്റെ സ്ഥിതിയും പരിതാപകരമാണ്. തങ്ങളുടെ ഒരു ഫോർമേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ടാക്ടിക്സും ഒക്കെ തന്നെയാണ് നമ്മുടെ കോച്ചിൻ്റെ പ്രശ്നം എന്ന് തന്നെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് നോക്കാൻ നേരം നമുക്ക് മനസ്സിലാവും ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം മോശമാണ്. 11 കളിയിൽ 11 പോയിൻറ്റുമായി 3 വിജയവും 6 തോൽവികൾ, അതിൽ 4 ഹോം മാച്ചുകളാണ്. ബ്ലാസ്റ്റേഴ്സിന് വളരെ പരിതാപകരമായ ഒരു പ്രകടനത്തിൽ കൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് നടക്കുന്നത്. ഇത് കരകയറണം. അതിന് ജനുവൽ ട്രാൻസ്ഫറിൽ കൂടുതൽ വർക്ക് ചെയ്യണം. കൂടുതൽ നല്ല ഇന്ത്യൻ പ്ലേയേഴ്സിനെ എത്തിക്കണം. മികച്ചൊരു ഡിഫൻസിങ് യൂണിറ്റ് കൊണ്ട് വെക്കണമെന്ന് പറയണം. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് നല്ല പ്രഷർ ഉണ്ടാവും. നല്ല മികച്ചൊരു ഡിഫൻസിങ് ലൈനെ ക്രിയേറ്റ് ചെയ്യണം. ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പ്രകടനം മോഹൻ ബഗാനുമായിട്ട് കാഴ്ചവെക്കണമെന്ന് പ്രതീക്ഷിക്കാം.